ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ശൂനായ ഏഴാം ദിവസം, ശൂനായ നോമ്പ് 7-ാം ദിവസം. മറിയത്തിൻ്റെ ശൂനായ സ്ഥലം മാറ്റം, സ്വർഗസംവഹനം, മോക്ഷക്കരേറ്റം. നമ്മൾ സുറിയാനി സഭയിൽ പറയുന്നത് ശൂനായ അല്ലെങ്കിൽ സ്ഥലം മാറ്റം എന്നാണ്. ഭൗമിക പറുദീസയിൽ നിന്നും സ്വർഗീയ പറുദീസയിലേക്കുള്ള മറിയത്തിൻ്റെ സ്ഥലം മാറ്റം. ആത്മശരീരങ്ങളോടെ മറിയം എടുക്കപ്പെട്ടുവെന്ന് സഭ പ്രഖ്യാപിക്കുന്ന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ശൂനായ നോമ്പ് 7-ാം ദിവസം. നമ്മൾ ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി, ആരാധനക്രമ സംബന്ധമായ ആരാധനക്രമത്തിൽ അടിസ്ഥാനമിട്ട ആധ്യാത്മികത, അതാണ് പൗരസ്ത്യ സഭകളുടെ രീതി. ലിറ്റർജിയിൽ ഒരു കീർത്തനം ഇങ്ങനെയാണ്: വർഗപുറത്തിൻ നീറനാം ദൂതൻ പ്രേഷിതനായി, നസ്രായപുരിയിൽ ദാവീദിൻ സുതനായേഴ്വോൽ, തൻ സവിധത്തിൽ ശാന്തിപദമാം സന്ദേശം ചൊന്നാനേവം നാഥൻ നിന്നിൽ പ്രഥമസുതൻ, നിന്നുലുദിച്ചിടും മിശിക അവളിലുദിച്ചൊരു ദേവാശ കൃപ ചെയ്യണം. വർഗപുറത്തൻ നീറനാം ദൂതൻ പ്രേഷിതനായി, നസ്രായപുരിയിൽ ദാവീദിൻ സുതനായേഴ്വോൽ, തൻ സവിധത്തിൽ ശാന്തിപദമാം സന്ദേശം ചൊന്നാനേവം നാഥൻ നിന്നിൽ പ്രഥമസുതൻ, നിന്നുലുദിച്ചിടും മിശിക അവളിലുദിച്ചൊരു ദേവേശ കൃപ ചെയ്യണം. മറിയത്തിൽ ഉദിച്ച ദേവേശനാണ് പുത്രൻ തമ്പുരാനായ മിശിക. കൃപ ചെയ്യണം എന്നാണ്. അതിന് മുൻപുള്ള ചില വാക്കുകൾ: വർഗപുറത്തിൻ നീറനാം ദൂതൻ, മാലാഖ, പ്രേഷിതനായി, നസ്രായപുരിയിൽ ദാവീദിൻ സുതനായേഴ്വോൽ, തൻ സവിധത്തിൽ ശാന്തിപദമാം സന്ദേശം ചൊന്നാനേവം നാഥൻ നിന്നിൽ പ്രഥമസുതൻ. ഇതിലെ ചില വാക്കുകളുടെ ധ്യാനമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. വർഗപുറത്തിൻ നീറനാം മാലാഖ, ദൂതൻ. എഫെസസ് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്: സ്വർഗത്തിൽ തന്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും പ്രഭുത്വത്തിനും ഈ യുഗത്തിൽ മാത്രമല്ല വരാനിരിക്കുന്നതിലും അറിയപ്പെടുന്ന എല്ലാ നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന് കാൽക്കീഴിലാക്കി വെച്ച് അവന് സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവശാസ്ത്രപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വചനമാണ്. അതിൽ നമ്മൾ കേട്ടൊരു വാക്കെന്താണ്? വാഴ്ച, പ്രഭുത്വം, അധികാരം. അങ്ങനെ ചില വാക്കുകൾ നമ്മൾ കണ്ടു. വാഴ്ച, അധികാരം, ശക്തി, പ്രഭുത്വം, ഇങ്ങനെ ചില വാക്കുകളാണ്. ഇത് യഹൂദ പാരമ്പര്യത്തിലും ക്രിസ്തീയ പാരമ്പര്യത്തിലും മാലാഖമാരുടെ ചില ശ്രേണികൾക്കോ ഗായക സംഘങ്ങൾക്കൊക്കെ നൽകിയിരിക്കുന്ന പേരുകളാണ്. ചിലപ്പോൾ നല്ല മാലാഖമാരായും ചിലപ്പോൾ തങ്ങളുടെ പദവിയിൽ നിന്ന് വീണുപോയ ദുഷ്ടന്മാരായ മാലാഖമാരായും, അതായത് ദുർഭൂതങ്ങളായും ഈ പേരുകൾ കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. ഈ കത്തോലിക്ക വേദശാസ്ത്രികളൊക്കെ പറയുന്നത് ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ മാലാഖമാരുടെ 9 ഗണം സംഘങ്ങളുണ്ടെന്നാണ്. മാലാഖമാരുടെ 9 ഗണം. ആ 9 ഗണങ്ങളെ 3 തട്ടുകളായി തിരിക്കുകയാണ്. അധികാരത്തിൻ്റെതാണ് ആദ്യത്തെ തട്ട്. അവിടെ സെറാഫുകൾ, കെരൂബുകൾ, ക്രോവന്മാർ, ശ്രാപ്പന്മാർ, ക്രോവന്മാർ, സിംഹാസനങ്ങൾ, ഇങ്ങനെ 3 ഗണം മാലാഖമാരാണ് ആദ്യത്തെ തട്ടിൽ, അധികാരത്തിൻ്റെ തട്ടിൽ. 2-ാം നിരയിൽ വാഴ്ചകളാണ്. വാഴ്ചകൾ 2-ാം നിരയിലുള്ളത് വാഴ്ചകൾ, അധികാരങ്ങൾ, ശക്തികൾ. ഈ 2-ാം നിരയിൽ 2-ാമത്തെ തട്ടിലുള്ളത് വാഴ്ചകൾ, അധികാരങ്ങൾ, ശക്തികൾ. 3-ാമത്തെ തട്ടിൽ പ്രഭുക്കൾ, മുഖ്യ മാലാഖമാർ, സാധാരണ മാലാഖമാർ. ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന ചുമതലയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഭജനം. വിളംബരം ചെയ്യുക, പ്രഖ്യാപിക്കുക, നയിക്കുക, ക്രമപ്പെടുത്തുക, ഉത്തരവിടുക, നടപ്പിലാക്കുക, സ്വീകരിക്കുക, വെളിപ്പെടുത്തുക, അഭിഷേകം ചെയ്യുക, ഇങ്ങനെ 9 ദൗത്യങ്ങളാണ് ഈ മാലാഖമാർക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഇതിൽ മുഖ്യ മാലാഖമാർക്ക് മറ്റൊരു ശീർഷകമുണ്ട്, വാച്ചർ എന്നാണ്. വാച്ചർ. ആ വാച്ചർ എന്ന മുഖ്യ മാലാഖമാരുടെ ഗണത്തിൽ വിളിച്ചിരിക്കുന്ന വാച്ചർ, അതിനെയാണ് ഈ കവിതയിൽ വർഗപുറത്തൻ നീറനാം എന്ന് പറഞ്ഞിരിക്കുന്നത്. വർഗപുറത്തൻ നീറനാം മാലാഖ എന്ന് പറഞ്ഞിരിക്കുന്നത് മുഖ്യ മാലാഖമാര്, വാച്ചർ എന്നറിയപ്പെടുന്ന മുഖ്യ മാലാഖമാരിൽ ഒരു മാലാഖ, ഗബ്രിയേൽ മാലാഖ. ആ ഗബ്രിയേൽ മാലാഖ പ്രേഷിതനായി പോയെന്നാണ്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പ്രേഷിതനായി. പ്രേഷിത വാക്കിന് നമുക്ക് അർത്ഥം അറിയാം. എന്താണ്? സുവിശേഷം പ്രഘോഷിക്കുന്ന ആള്. അപ്പോൾ സ്നാപയോഹനാനും ക്രിസ്തു ഒക്കെ സുവിശേഷം പ്രഘോഷിക്കുന്നതിന് മുൻപ് ഗബ്രിയേൽ മാലാഖ സുവിശേഷവുമായിട്ട് സ്വർഗത്തിൽ നിന്നും വന്നു. ആരുടെ അടുക്കൽ? മറിയത്തിൻ്റെ അടുക്കൽ. സുവിശേഷം പ്രഘോഷിക്കുന്ന പ്രേക്ഷിതനായി സ്വർഗം അയച്ച മാലാഖയാണ് ഗബ്രിയേൽ മാലാഖ. ഗബ്രിയേൽ മാലാഖ മറിയത്തിൻ്റെ അടുക്കൽ വന്നു, സുവിശേഷം പ്രഘോഷിക്കുകയാണ്. ഈ മറിയത്തിന് കൊടുക്കുന്ന മംഗളവാർത്ത, സദ്വാർത്ത, സുവിശേഷം, മംഗളവാർത്തയാണ്, സുവിശേഷമാണ്. എന്താണ്?
നിന്നിൽ നിന്ന് ദൈവം മനുഷ്യനായി ജനിക്കും. അവനാണ് സുവിശേഷം. അവൻ പറഞ്ഞ വാക്കുകൾ, അവൻ ചെയ്ത കാര്യങ്ങൾ, അവൻ നടത്തിയ സംഭവങ്ങൾ, അതാണ് അവനിൽ സംഭവിച്ച കാര്യങ്ങൾ, അതാണ് സുവിശേഷം. അപ്പോൾ ആദ്യം സുവിശേഷം പറയപ്പെട്ടത് മറിയത്തോട്, ആദ്യം സുവിശേഷം സ്വീകരിച്ചത് മറിയം, ആദ്യം സുവിശേഷം സ്വീകരിച്ചിട്ട് വിശ്വാസിയായത് മറിയം. കർത്താവ് അരുളിച്ചത് കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ് മറിയത്തെ എലിസബത്ത് വാഴ്ത്തുന്നത്. കർത്താവ് അരുളിച്ചത് വചനം നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ ആദ്യം സുവിശേഷം പറയപ്പെട്ടത് മറിയത്തോട്, ആദ്യം സുവിശേഷം സ്വീകരിച്ചത് മറിയം, ആദ്യം സുവിശേഷം സ്വീകരിച്ച് വിശ്വാസിയായത് മറിയം. ഇതാണ് ഈ വർഗപ്പുറത്തൻ നീരണാം മാലാഖ പ്രേക്ഷിതനായി നസ്രായപുരി. അത് നല്ല മലയാളീകരിക്കപ്പെട്ട ഒരു വാക്കാണ്. നമ്മൾ അനന്തപുരി എന്നൊക്കെ പറയല്ലോ, മലയാളീകരിക്കപ്പെട്ട ഭാരതവൽക്കരിക്കപ്പെട്ട സംസ്കൃതം മലയാളമൊക്കെ ചേർന്ന് നസ്രായപുരി എന്നാണ് അവിടെ കവിതയിൽ. വളരെ മനോഹരമായ വാക്കാണ്. നമ്മൾ അനന്തപുരി എന്നൊക്കെ പറയുന്നത് പോലെ നസ്രായപുരി, വെറും നസ്രത്ത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ നസ്രായപുരി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ നമുക്കൊന്നുകൂടി കേൾക്കാം. വർഗപ്പുറത്തിൻ നീറനാം ദൂതൻ പ്രേക്ഷിതനായി നസ്രായപുരിയിൽ ദാവീദിൻ സുതനായേഴ്പോൽ തൻ സവിധത്തിൽ ശാന്തിപദമം സന്ദേശം. ഇന്നത്തെ വാക്കുകളാണ്. ചൊന്നാനേവം നാഥൻ നിന്നിൽ പ്രഥമസുതൻ, നിന്നിൽ ഉദിച്ചിടും മിശിക, അവളിൽ ഉദിച്ചൊരു ദേവേശ കൃപ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ച കവിതയിൽ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു വാക്കുണ്ടായിരുന്നു. കന്യേ മുൻഫലമായോളെ രക്ഷക്കുറവടമായോളെ ഏകാത്മജനോട് അർത്ഥിക്കുക ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ. ആ കവിതയിൽ ഏകാത്മജൻ എന്നാണ്. ഇന്ന് കണ്ട കവിതയിൽ പ്രഥമസുതൻ ആദ്യജാതൻ എന്നാണ്. അപ്പൊ ആദ്യജാതനാണോ ഏകാത്മജനാണോ ഏകജാതനാണോ? ഈശോയെ പ്രഥമജാതൻ അഥവാ ആദ്യജാതൻ എന്നും വിളിക്കുന്നു, ഏകാത്മജൻ എന്നും വിളിക്കുന്നു, ഏകജാതൻ എന്നും വിളിക്കുന്നു. ഇത് തമ്മിൽ വല്ല ഒരു വൈരുദ്ധ്യമുണ്ടോ, വിരോധാഭാസമുണ്ടോ? ഇത് ഒന്ന് മറ്റൊന്നിനെ ഖണ്ഡിക്കുകയാണോ? ലൂക്കാസിന്റെ സുവിശേഷം 2:7 നമ്മൾ വായിക്കുന്നത് മറിയം തന്റെ കടിഞ്ഞിൽ പുത്രനെ പ്രസവിച്ചെന്നാണ്. മറിയം തന്റെ പ്രഥമസുതനെ, അതായത് ആദ്യജാതനെ പ്രസവിച്ചു. ദൈവം മനുഷ്യനായി പിറന്ന മഹാത്ഭുതത്തെ വളരെ ലളിതമായ രീതിയിലാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. നമ്മുടെ മുസ്ലിം സഹോദരന്മാര് ക്രിസ്ത്യാനികളെ പരിഹസിച്ചുകൊണ്ട് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, യാഹ്വേയുടെ ആദ്യജാതനാണ് യാക്കോബ്, പുറപ്പാട് 4:22. ദാവീദും യാഹ്വേയുടെ ആദ്യജാതനാണ്, സങ്കീർത്തനം 89:2. 2 ആദ്യജാതൻ. പിന്നെ യേശു എന്ന ഏകജാതൻ, യോഹന്നാൻ 1:18. അവനോ മറിയത്തിന്റെ ആദ്യജാതൻ. എന്തേ നിങ്ങൾക്ക് തലയ്ക്ക് വട്ടാണോ? നിങ്ങളുടെ വേദപുസ്തകമാണോ? ദൈവത്തിന്റെ വെളിപാടാണോ? ദൈവത്തിന്റെ വചനമാണോ? യാക്കോബ് ആദ്യജാതൻ, ദാവീദ് ആദ്യജാതൻ, പിന്നെ യേശു എന്ന ഏകജാതൻ, അവനാവട്ടെ മറിയത്തിന്റെ ആദ്യജാതൻ. ഇതെന്തോന്ന് ഈ പറയണേ? ആദ്യജാതൻ, ഏകജാതൻ. ആദ്യജാതന്മാർ പലരുണ്ടെങ്കിൽ പിന്നെ ഏകജാതനാവുന്നത് എങ്ങനെയാ? ഇങ്ങനെയൊക്കെയാണ് മുസ്ലിംസ് നമ്മുടെ കത്തോലിക്കരെ, ക്രിസ്ത്യാനികളെ കളിയാക്കുന്നത്. കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയ ആളുകളുണ്ട്. പെന്തക്കോസ്തക്കാര്, യഹോവ സാക്ഷികൾ, പിന്നെ ബ്രദറൻ അസംബ്ലിക്കാർ, ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ്, ദൈവസഭക്കാർ, അങ്ങനെ കുറേ വിഭാഗം കത്തോലിസം വിട്ടുപോയിട്ടുണ്ട്. അവരെന്താ കളിയാക്കുന്നത്? മറിയത്തിന്റെ ആദ്യജാതനാണ് ഈശോ എങ്കിൽ അപ്പം മറിയത്തിന് വേറെ മക്കളുണ്ടാവണമല്ലോ. യേശുവിന്റെ സഹോദരന്മാരും സഹോദരിമാരും പറഞ്ഞിട്ടില്ലേ അത് മറിയത്തിന്റെ മക്കളല്ലേ? അങ്ങനെ അതുകൊണ്ട് മറിയത്തിന്റെ ഏകജാതനാണ് ക്രിസ്തു എന്ന് പറയാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പെന്തക്കോസ്തക്കാർ, അവർ ക്രിസ്ത്യാനികളൊക്കെയാണ്, പക്ഷെ മുസ്ലിംസിനെ പോലെ നമ്മൾ ആക്രമിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഒരു പ്രയോഗത്തിന് ഒരർത്ഥമല്ല ഉള്ളത് എന്നുള്ളതാണ്. ഭാഷയിൽ ഓരോ സ്ഥലത്തും ഓരർത്ഥമാണ്. ഇപ്പൊ പറുദീസ, ഏദൻ തോട്ടത്തിന് പറുദീസ എന്ന് പറയുന്നുണ്ട്, 3-ാം സ്വർഗത്തിനും പറുദീസ എന്ന് പറയുന്നുണ്ട്. ഒരേ വാക്കാണെങ്കിലും ഒരേ അർത്ഥമാണോ ഉള്ളത്? അല്ലല്ലോ. അപ്പോൾ ഒരേ വാക്ക് 2 സ്ഥലത്ത് കണ്ടതുകൊണ്ട് അതിനെ ഒരേ അർത്ഥമാണെന്ന് പറയുന്നത് എന്ത് മര്യാദയാണ്? ഭാഷയിൽ സന്ദർഭം അനുസരിച്ചല്ലേ അർത്ഥം. നമ്മൾ കുറച്ച് കൊല്ലം കഴിയും, ഇപ്പൊ നമുക്ക് മനസ്സിലാകായിരിക്കും, ചിലപ്പോൾ പുതിയ തലമുറയ്ക്ക് അതും മനസ്സിലാകില്ല. ഈ തമിഴ് പുലികൾ പാർലമെന്റ് വളഞ്ഞു, തമിഴ് പുലികൾ പാർലമെന്റ് വളഞ്ഞു. കേരളത്തിൽ ഇപ്പം നമുക്ക് മനസ്സിലാകും, കാരണം ഇപ്പോൾ പുലികളൊക്കെ നാട്ടിലാണ്, കാട്ടിലല്ല. അപ്പോൾ അത് മനസ്സിലാകും. പക്ഷെ തമിഴ് പുലികൾ എന്ന് പറഞ്ഞാൽ പുലികളെയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അവിടെ പ്രഭാകരന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു മനുഷ്യരുടെ കൂട്ടല്ലേ. അപ്പൊ തമിഴ് പുലികൾ പാർലമെന്റ് വളഞ്ഞെന്ന് പറഞ്ഞിട്ട് കുറച്ചു കൊല്ലം കഴിഞ്ഞു വായിക്കുമ്പോൾ ഈ പുലികളൊക്കെ കേമന്മാരാണല്ലോ, ഇവൻ പുപ്പുലിയാണല്ലോ എന്ന് പറയുന്ന പാർലമെന്റ് ഒക്കെ വളഞ്ഞെന്ന് പറയുന്നത് ആ തമിഴ് പുലികളുടെ ഒരു ടൈറ്റിലാണെന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ കുറച്ച് കൊല്ലം കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കാണ്ട് വരാം. കാര്യം മനസ്സിലായി. അപ്പം പുലികൾ എന്ന വാക്ക് കാണുമ്പോഴേ തന്നെ പുലികളാണെന്ന് മാത്രം വിചാരിച്ചാൽ ശരിയാകുമോ?
അതിന് ആ സാഹിത്യത്തിലും സന്ദർഭത്തിലും ഓരോ അർത്ഥങ്ങളുണ്ട്. അത് തിരിച്ചറിയണ്ടേ? ഇപ്പം നമ്മൾ വെള്ളം, ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ H2O എന്നാണ്, H2O. പക്ഷേ ജ്യോതിഷത്തിൽ വെള്ളം അങ്ങനെയാണ് അർത്ഥം? അല്ല. സാധാരണ അനുദിന ജീവിതത്തിൽ വെള്ളം എന്ന് പറഞ്ഞാലോ, ഇച്ചിരി കുടിക്കാൻ തരാമെന്ന് പറഞ്ഞാൽ നീ കുടിക്കുമോ എന്ന് ചോദിച്ചാൽ പച്ചവെള്ളം കുടിക്കുമെന്നാണോ കള്ളു കുടിക്കുമെന്നാണോ? നീ കുടിക്കുമോ എന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ കുടിക്കും, പച്ചവെള്ളം കുടിക്കും. ആ അർത്ഥമല്ലല്ലോ ചിലപ്പോൾ ഉള്ളത്. കുടിക്കുന്ന വാക്കിന് വേറെ അർത്ഥമുണ്ട്. വെള്ളം കുടിക്കാന്ന് മാത്രമല്ല, മദ്യപാനം ആ ശീലം ഉണ്ടോന്നാണ്, അല്ലെങ്കിൽ അത് കഴിക്കുമെന്നാണ്. അപ്പോൾ വെള്ളം എന്നതിന് പല അർത്ഥമില്ലേ? നീ വെള്ളം അടിക്കുമോ എന്ന് ചോദിച്ചാൽ, വെള്ളം അടിക്കുമോ എന്ന് ചോദിച്ചാൽ പച്ചവെള്ളം കുടിക്കുമെന്നല്ലല്ലോ. അപ്പം വെള്ളം എന്ന വാക്കിന് എത്ര അർത്ഥങ്ങളുണ്ട്? ഓരോ സന്ദർഭത്തിനും ഓരോ അർത്ഥമാണ്. അപ്പം അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, ആദിജാതൻ എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് പല അർത്ഥങ്ങളിലാണ്. പല അർത്ഥങ്ങളിൽ ഏതാനും ചിലത് ഞാൻ സൂചിപ്പിക്കാം. ആക്ഷരികമായിട്ട് ആ വാക്കിന് അമ്മയുടെ ഗർഭപാത്രം തുറക്കുന്നവൻ എന്നാണ്. അമ്മയുടെ ഗർഭപാത്രം തുറക്കുന്നവൻ. അപ്പോൾ ആദിജാതൻ എന്ന ഗ്രീക്ക് വാക്ക് പ്രോട്ടോടോക്കോസ് എന്നാണ്. പ്രോട്ടോടോക്കോസ്, അമ്മയുടെ ഗർഭപാത്രം തുറക്കുന്നവൻ. കടിഞ്ഞൽ പുത്രൻ, ക്രിസ്തു എന്ന ആദിജാതൻ എന്നീ അർത്ഥങ്ങളിൽ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ രണ്ട് അർത്ഥമാണ്. പല മക്കളിൽ ആദ്യത്തെയാളെന്നാണ് ആദ്യത്തെ അർത്ഥം. അത് സാഹിത്യത്തിൽ മൂത്ത സന്താനം എന്നാണ് സാധാരണ അർത്ഥം സാഹിത്യത്തിൽ, അല്ലെങ്കിൽ യഹൂദ പാരമ്പര്യത്തിൽ. എന്നാൽ മാത്രമല്ല, ആദിജാതൻ എന്ന നിലയിൽ അപ്പൻ്റെ സ്വത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അവകാശി മൂത്ത പുത്രനാണ്, അതായത് ആദിജാതനാണ്. അപ്പൻ്റെ ഉത്തരവാദിത്വവും ആദിജാതനും വന്നു ചേരുന്നു. ഇതൊക്കെയാണ് നിയമാവർത്തന പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് പക്ഷേ ജീവശാസ്ത്രപരമായ അർത്ഥമാണ്. അമ്മയുടെ ഗർഭപാത്രം തുറന്നു വരുന്ന ആ സന്തതി, അതായത് ആദിജാതൻ, ഏറ്റവും മൂത്ത സന്തതി, അവന് കുടുംബത്തിന് ഉത്തരവാദിത്തമുണ്ട്, സ്വത്തിൽ പ്രധാനപ്പെട്ട അവകാശമുണ്ട്. എന്നാൽ ബൈബിളിൽ ജീവശാസ്ത്രപരമായ ഈ അർത്ഥത്തിന് പുറമെ മറ്റ് പലതരത്തിലുണ്ട്, മറ്റർത്ഥങ്ങളുണ്ട്. ആലങ്കാരികമായിട്ട് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ജീവശാസ്ത്രപരമായ അർത്ഥം മാത്രമല്ല, ആലങ്കാരികമായിട്ട് മരണത്തിൻ്റെ ആദിജാതൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. എന്തിനെ? മാരകരോഗം. ഇയ്യോബിന്റെ പുസ്തകം 18:13. മാരകരോഗത്തെ മരണത്തിൻ്റെ ആദിജാതൻ. ആ വാക്ക് നോക്കിയാൽ മരണത്തിൻ്റെ ആദിജാതൻ ആരാണ്? മാരകരോഗം. ഏറ്റവും നിസ്സാരനെ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എളിയവരുടെ ആദിജാതന്മാർ മേയും. യെശയ്യാ പുസ്തകം 14:30. എന്ന് വെച്ചാൽ എളിയവർ തന്നെ ഏറ്റവും താഴെ, അവരിലെ ആദിജാതന്മാർ വെച്ചാൽ അവരിൽ ഏറ്റവും നിസ്സാരൻ, അവർക്ക് പോലും മേയാനായിട്ട് സാധിക്കുമെന്നാണ് പറയണേ. ഏറ്റവും ഉന്നതനായവനെ ചിത്രീകരിക്കാനും, ഏറ്റവും നിസ്സാരനെ മാത്രമല്ല ഏറ്റവും ഉന്നതനായവനെ ചിത്രീകരിക്കാനും ആദിജാതൻ എന്ന പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഞാൻ അവൻ ആദിജാതനും ഭൂമിയിലെ രാജക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കുമെന്ന് ദാവീദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏറ്റവും ഉന്നതനായവനെ ചിത്രീകരിക്കുകയാണ്. ഞാൻ അവൻ ആദിജാതനും ഭൂമിയിലെ രാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും. ആദിജാതൻ എന്നതിന് അവിടെ അർത്ഥം ശ്രേഷ്ഠൻ എന്നാണ്. ശ്രേഷ്ഠൻ. സങ്കീർത്തനം 89:27. അതുല്യനായ വ്യക്തി, ആ ജനസിൽപ്പെട്ട ഒരേ ഒരാൾ എന്ന അർത്ഥത്തിൽ ഈ ആദിജാതന്റെ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ഏകജാതൻ എന്ന അർത്ഥത്തിൽ കൊളോസ്സസ് ലേഖനം 1:15 ഉപയോഗിച്ചിട്ടുണ്ട്. അതുല്യനായ വ്യക്തി, മറ്റൊരാളുമായിട്ടും തുലനം ചെയ്യാൻ പറ്റാത്ത വ്യക്തി, ആ ജനസിൽപ്പെട്ട ഒരേ ഒരാൾ എന്ന അർത്ഥത്തിൽ ആദിജാതൻ, ദൈവത്തിന്റെ ആദിജാതൻ എന്ന് ക്രിസ്തുവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് കൊളോസ്സസ് ലേഖനം 1:15. സ്വർഗത്തെ ആദിജാതന്മാരുടെ സഭ എന്നാണ് ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. സ്വർഗത്തിൽ ആദിജാതന്മാർ മാത്രമേ ഉള്ളൂ. ഞാൻ വീട്ടിലെ 7ാമത്തെ മോനാണ്, അപ്പം ഞാൻ ഉണ്ടാവില്ലേ സ്വർഗത്തിൽ? ഉണ്ടാവുന്ന ഉറപ്പൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ആദിജാതന്മാർ മാത്രമുള്ളെങ്കിൽ വലിയേട്ടൻ മാത്രമേ ഉണ്ടാകുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ വലിയേച്ചിയാണ്, ചേച്ചിയാണ് ഏറ്റവും മൂത്തത്. പിന്നെ ആണുങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് വലിയേട്ടൻ. അങ്ങനെയുള്ള മറ്റുള്ള സന്തതികളൊന്നും ഉണ്ടാകില്ല അവിടെ. ഈ ഹെബ്രായ ലേഖനം ഞാൻ പറയുന്നത്, ഹെബ്രായ ലേഖനം 12:23 പറയാണ്, ആദിജാതന്മാരുടെ സഭയാണ് സ്വർഗം. ഓരോ കുടുംബത്തിലും ആദ്യം ജനിച്ചവർ മാത്രമേ അവിടെ ഉണ്ടാകൂ എന്നല്ല അതിനർത്ഥം. മറിച്ച് ദൈവത്തിന്റെ ഏകജാതനായ യേശുവിനോട് മാമോദിസ വഴി ബന്ധം സ്ഥാപിച്ചവർ എന്നാണ്. ദൈവത്തിന്റെ ഏകജാതനായ യേശുവിനോട് മാമോദിസ വഴി ഒട്ടിച്ച് ചേർക്കപ്പെട്ടവർ, അവരെയാണ് ആദിജാതന്മാരുടെ സഭ എന്ന് വിളിക്കുന്നത്, സ്വർഗം എന്ന് വിളിക്കുന്നത്. ദൈവപിതാവിന്റെയും ദൈവപുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് നവമായി ജനിച്ചവരാണ് ദൈവത്തിന്റെ ആദിജാതര്. പുതുതായി ജനിച്ചവരെയാണ് ആദിജാതന്മാർ എന്ന് പറയണേ. അവർ മാത്രമേ സ്വർഗത്തിലുണ്ടാകൂ. അതിനാൽ കടിഞ്ഞൽ പുത്രൻ അല്ലെങ്കിൽ ആദിജാതൻ, പ്രഥമ സന്തതി എന്ന വാക്ക് കാണുമ്പോഴേക്കും
മറിയത്തിന് വേറെ മക്കളുണ്ടായി എന്നൊന്നും വാദിക്കാൻ പാടില്ല. കാരണങ്ങൾ പലതാണ്. മകന്റെ സമൂഹത്തിലെ പദവിയും പൈതൃക അവകാശവും ഉറപ്പുവരുത്തുന്ന നിയമപരമായ ഒരു പ്രയോഗമാണിത്. ആദ്യം ഞാൻ ജീവശാസ്ത്രപരമായ അർത്ഥം പറഞ്ഞു, പിന്നെ സാഹിത്യത്തിൽ ആലങ്കാരികമായ അർത്ഥം പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറയുന്നത് നിയമപരമായ ഒരു പ്രയോഗമാണ്. നിയമാവർത്തനം 21 അധ്യായത്തിൽ അത് കാണാം. ഇസ്രായേലരെ ദൈവത്തിന്റെ ആദിജാതൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആദിജാതൻ ഇസ്രായേലര്, അപ്പം മറ്റു മക്കളാരാ? അതല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. എല്ലാ ജനതകളെക്കാളും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് ഇസ്രായേലർ എന്നും അവർക്ക് ചില പ്രത്യേക അവകാശങ്ങളുണ്ട്, ചില കടമകളുണ്ട്. റോമാലേഖനത്തിൽ 11 അധ്യായത്തിൽ പൗലോസ് ഇത് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ എല്ലാവരും രക്ഷ പ്രാപിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലരെ ആദിജാതൻ എന്ന് വിളിക്കുന്നത് ഇസ്രായേലർ കൂടാണ്ട് വേറെ ദൈവത്തിന് മക്കളുള്ളത് കൊണ്ടല്ല. പിന്നെ ഈ ആദിജാതന പ്രയോഗം ഒരു ദൈവശാസ്ത്ര ഗുണവിശേഷമാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ആദിജാതൻ യേശുവിനെ ഇല്ലേ, യേശുവിനെ ദൈവത്തിന്റെ ആദിജാതൻ എന്ന് വിളിക്കുന്നു പൗലോസ് ലേഖനം 1:15. ദൈവത്തിന്റെ വേറെ മക്കളുണ്ടായിരുന്നോ? വേറെ പുത്രന്മാരുണ്ടായിരുന്നോ? അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുള്ള സദൃശ്യവും ദൃശ്യവും അദൃശ്യമായ സകലതും സൃഷ്ടിക്കപ്പെട്ടതിനാൽ കൊളോസ് ലേഖനം 1:16 എല്ലാത്തിലും അവൻ അതിശ്രേഷ്ഠനും ഔന്നത്യമുള്ളവനുമാണ്. കൊളോസ് ലേഖനം 1:18. അപ്പോൾ ആദിജാതൻ എന്നതിന് പ്രാപഞ്ചിക മാനം വരികയാണ്. അവതാരം ചെയ്ത പുത്രനെ അവനാണ് അവതാരം ചെയ്ത പുത്രനായി ക്രിസ്തു. ദൈവത്തിന്റെ ആദ്യ ചിന്ത അവനാണ്. എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അവനിലേക്കാണ്, അവനിലൂടെയാണ്. എല്ലാം പുറപ്പെടുന്നത് അവനിൽ നിന്നാണ്. അപ്പൊ യേശുവിന് ഉത്ഥാനത്തിലൂടെ ഉദയം ചെയ്ത പുതിയ സൃഷ്ടിയുടെ ആരംഭവും ലക്ഷ്യവും അവനാണ്. ഇതൊക്കെയാണ് ആദിജാതൻ എന്ന വാക്കിനർത്ഥം. അപ്പൊ ഇത് ദൈവശാസ്ത്രപരമായ ഒരു ഗുണവിശേഷമാണ്. അല്ലാതെ ദൈവത്തിന്റെ ആദിജാതൻ എന്ന് പറയുമ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ആദ്യം വന്നവൻ എന്ന അർത്ഥത്തിലൊന്നും അല്ല. അതുപോലെ തന്നെ ക്രിസ്തുവിജ്ഞാനം അവതരിപ്പിക്കുന്ന ഒരു ഭാഷ ശൈലിയാണിത്. മരിച്ചവരിൽ നിന്നുള്ള ആദിജാതൻ എന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നു ഈശോയെ. മരിച്ചവരിൽ നിന്നുള്ള ആദിജാതൻ, കൊളോസ് ലേഖനം 1:18. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തപ്പോൾ ഒരു പുതിയ തരത്തിൽ യേശു ആദിജാതനാണ്. അതേസമയം മഹാഗണം സഹോദരന്മാരുടെ ആരംഭവുമാണവൻ. തിരുവുത്ഥാനം എന്ന പുതിയ ജനനത്തിൽ അന്തസ്സിലും കുലീനതയിലും മാത്രമല്ല അവൻ ഒന്നാമനായിരിക്കുന്നത്. പ്രത്യേകത, അവൻ പുതിയ മനുഷ്യവംശത്തിന് തുടക്കം കുറിക്കുകയും അതിന് ഉത്ഭവം സൂചിപ്പിച്ചുകൊണ്ട് മുന്നേ നടക്കുകയും ചെയ്യുന്നു. മരണത്തിന് ഇരുമ്പ് കവാടത്തെ അവൻ തകർത്തെറിഞ്ഞപ്പോൾ അവനോടൊപ്പം കടന്നു പോകാൻ കഴിയുന്നവർ, അകത്ത് കടക്കാൻ കഴിയുന്നവർ അനേകരാണ്. മാമോദിസയിൽ അനേകം പേർ അവനടുത്ത് മരിക്കുകയും ഉയർക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഈ മരിച്ചവരിൽ നിന്നുള്ള ആദിജാതൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. പുതിയ മനുഷ്യവംശത്തിന്റെ തലവൻ എന്നാണ് എൻ്റെ അർത്ഥം. എന്താണ് ഈ പുതിയ മനുഷ്യവംശം? ആദാമിൽ ആരംഭിച്ചതാണ് പഴയ മനുഷ്യവംശം. അത് മരണത്തിൽ അവസാനിക്കും. യേശുക്രിസ്തുവിൽ ആരംഭിച്ചതാണ് പുതിയ മനുഷ്യവംശം. അത് ഉത്ഥാനത്തിലാണ് അവസാനിക്കുക. ആദാമിൽ നിന്ന് ജനിച്ചവർ മരണത്തിലാണ് അവസാനിക്കുക. യേശുവിൽ നിന്ന് പുതുതായി ജനിച്ചവർ ഉത്ഥാനത്തിലാണ് അവസാനിക്കുക. അപ്പോൾ ആദാമിൽ ജനിച്ചവരാണ് നമ്മൾ ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെടണം, വിശ്വാസം കൊണ്ടും കൂദാശകൾ കൊണ്ടും. അപ്പോൾ നമുക്ക് മരണമില്ല, ഉത്ഥാനമാണ്. അപ്പൊ ഈ ഉത്ഥാനത്തിൽ കലാശിക്കുന്ന, തിരുവുത്ഥാനത്തിൽ കലാശിക്കുന്ന മനുഷ്യവംശത്തിന്റെ ആദ്യത്തെ ആളാണ്, ആരംഭകനാണ് യേശു. അതാണ് ആദിജാതൻ എന്ന വാക്കിനർത്ഥം. ഈ ഹെബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം തന്റെ ആദിജാതൻ ലോകത്തിലേക്ക് അയച്ചു. ഹെബ്രായ ലേഖനം 1:6. ഇതിനർത്ഥം ദൈവപിതാവിന് പുത്രൻ തമ്പുരാനെ കൂടാതെ വേറെ മക്കളുണ്ടായിരുന്നെന്നാണോ? അല്ല. ഇവിടെ ആദിജാതൻ, പ്രോട്ടോത്തോക്കസ് എന്നതിന് ഏകജാതൻ, മൊണോഗനസ് എന്നാണ് അർത്ഥം. മൊണോഗനസ്. അപ്പോൾ അവിടെ പ്രഥമ സന്തതി എന്ന് പറഞ്ഞാൽ ഏകസന്തതി എന്നാണ് അർത്ഥം. പ്രോട്ടോത്തോക്കസ് എന്ന് പറഞ്ഞാൽ ആദിജാതൻ, പ്രഥമ സന്തതി. അവൻ ഏകസന്തതിയാണ്. ദൈവത്തിനൊരു ഒറ്റ പുത്രനേ ഉള്ളൂ. ഞാൻ പറഞ്ഞു. പിന്നെ ഇതൊരു യഹൂദ ശൈലിയാണെന്ന് പറഞ്ഞു. ആദിജാതൻ പഴയ നിയമത്തിൽ എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തിയാക്കുന്ന അവകാശിയാണ് എന്നാണ് അതിനർത്ഥം. അതുകൊണ്ടാണ് ഏകജാതൻ എന്ന് പറയാതെ ആദിജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തിയാക്കുന്ന അവകാശി, ദൈവത്തിന്റെ അവകാശി. ആദിജാതന്മാരൊക്കെയും കർത്താവിന്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടേണ്ടതിന് അവനെ കർത്താവിന് സമർപ്പിക്കണം എന്നാണ് ലൂക്ക പറയണേ. ആദിജാതന്മാരൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധൻ. അപ്പൊ കർത്താവിന്റെ പരിശുദ്ധനാണ്, ദൈവപിതാവിന്റെ പരിശുദ്ധനാണ് പുത്രൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ആദിജാതൻ എന്ന വാക്ക്, മറിയത്തിന്റെ ആദിജാതൻ എന്ന വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഈ ഹെബ്രായ പാരമ്പര്യപ്രകാരം ആദിജാതനുള്ള എല്ലാ അവകാശങ്ങളും സ്ഥാനമാനങ്ങളും ഈ യേശുവിലേക്ക് വന്നു ചേരണമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ ഈ നമ്മൾ കേട്ട കവിത, അതായത് ആ കവിതയിലെ 2 കാര്യങ്ങളും സത്യമാണെന്നാണ് ഈ പറയുന്നത്. നാഥൻ നിന്നിൽ പ്രഥമസുതൻ
മാലാഖ മറിയത്തോട് പറഞ്ഞു, പ്രഥമസുതൻ ആദിജാതൻ നിന്നിൽ ഉദിച്ചിരുന്ന മിശിഹ തന്നെ ആ ആദിജാതനായ മിശിഹായോട്, ദൈവത്തിന്റെ ഏകജാതനായ മിശിഹായോട് ഇവള് പ്രാർത്ഥിക്കണം. ആ പ്രഥമ സന്തതി ദൈവത്തിന്റെ ഏകജാതൻ മറിയത്തിലാണ് ഉദിച്ചത്. മറിയത്തിൽ ഉദിച്ച ദേവേശ പുത്രൻ തമ്പുരാനെ ഞങ്ങളോട് കൃപ ചെയ്യണം എന്നാണ് കവിതയിൽ. ദൈവത്തിന്റെ ഏകജാതൻ മറിയത്തിന്റെ ആദിജാതനായി മറിയത്തിൽ ഉദിച്ചു. ദൈവത്തിന്റെ ഏകജാതൻ, ദൈവത്തിന്റെ ആദിജാതൻ മറിയത്തിന്റെ ആദിജാതനായി മറിയത്തിൽ ഉദിച്ചു, അവളിൽ ഉദിച്ചു. ആ ദേവേശ ഞങ്ങളോട് കൃപ ചെയ്യണമെന്നാണ് കവിതയിൽ. അപ്പോൾ ഈ രണ്ടാമത്തെ കവിതയിൽ കണ്ട വാക്കുകൾ എന്താണ്? നമ്മൾ കേട്ടത് തുടക്കത്തിൽ കേട്ടതാണ്. നമുക്കത് ഒന്നുകൂടി കേൾക്കുക. ഈ കന്യേ മുൻഫലമായോളെ, രക്ഷയ്ക്കുറവിടമായോളെ, ഏകാത്മജനോട് അർത്ഥിക്കുക ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ. ആർദ്രത, കനിവ് അല്ലേ, അലിവ്. അപ്പോൾ ഞങ്ങളോട് കനിവുണ്ടാകാൻ, മറ്റൊരു പറഞ്ഞ് കൃപ ചെയ്യാൻ, ഇവിടെ പറയുന്ന അലിവുണ്ടാകാൻ ഏകാത്മജനോട് അർത്ഥിക്കുക. നിന്റെ പ്രഥമ സ്വതനോട് അർത്ഥിക്കുക, ഏകാത്മജനോട് അർത്ഥിക്കുക. എത്ര മനോഹരമായിട്ടാണ് ലിറ്റർജിയിൽ ഈ ദൈവശാസ്ത്രങ്ങളെല്ലാം ബിബ്ലിക്കലായിട്ട്, ഓരോ വാക്കും ബിബ്ലിക്കലായിട്ട് കൊണ്ടുവന്ന് വളരെ മനോഹരമായിട്ട് ഈ ലിറ്റർജിയിലെ പാട്ടുകളിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ലെക്സ് ഒറാന്തി ലെക്സ് ക്രദേന്തി എന്നാണ് നമ്മൾ പറയുക. അതായത് പ്രാർത്ഥന എങ്ങനെയോ അങ്ങനെ വിശ്വാസവും, പ്രാർത്ഥന എങ്ങനെയോ അങ്ങനെ വിശ്വാസവും. നമ്മൾ ഈ ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രകാശനമാണ്. പ്രാർത്ഥനയിലൂടെയാണ് വിശ്വാസം പ്രകാശിപ്പിക്കുകയും ചെയ്യുക. ഇത് ഈ ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി. മറ്റുള്ള സ്പിരിച്വാലിറ്റി, സ്വകാര്യ സ്പിരിച്വാലിറ്റികൾ, കുരിശിൻ്റെ വഴിയും കൊന്തയും കരുണക്കൊന്തയും ഒക്കെ വേണം, നൊവേനകളൊക്കെ വേണം. പക്ഷേ അവയേക്കാളൊക്കെ പ്രധാനപ്പെട്ടതാണ് ഈ ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന യാമപ്രാർത്ഥന, കുർബാന കേന്ദ്രീകരിച്ചുള്ള പ്രാർത്ഥന. അങ്ങനെയുള്ള ആ പ്രാർത്ഥനകളിലേക്ക് ആഴപ്പെടാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ പറഞ്ഞ ദൈവശാസ്ത്രമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മറിയത്തിന് മുമ്പിൽ നിൽക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.